വടക്കൻ പറവൂരിൽ വ്യാജ കുറിപ്പടി ഉണ്ടാക്കി ഇത്തരത്തിൽ മരുന്ന് വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും പോലീസ് നടപടിയെടുത്തതും. ഏതായാലും അതിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുറിപ്പടി ഇല്ലാതെയും ചില മെഡിക്കൽ ഷോപ്പുകൾ ഇത്തരത്തിൽ മരുന്നുകൾ നൽകുന്നുണ്ട്. അത്തരം മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. നിരവധി ഇടങ്ങളിൽ നിന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധന ശക്തമാക്കുമെന്നും ഈ മെഡിക്കൽ സ്റ്റോറിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിൽ കുറച്ച് വയലേഷൻസിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഒരു കോവേർട്ട് ആക്ഷൻ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ബി വെരി വെരി ഡേഞ്ചറസ്. ചിലപ്പോൾ മീൻസ് സെഡേറ്റീവ് ഡ്രഗ്സ്, ഹിപ്നോട്ടിക് ഡ്രഗ്സ്, സീസേഴ്സിൽ ഉപയോഗം ചെയ്തിട്ടുള്ള ഡ്രഗ്സ്, പിന്നെ ഇൻസോംനിയ ഉള്ള ഡ്രഗ്സ്, ഇതെല്ലാ ഡ്രഗ്സ് വളരെ അഡിക്റ്റീവാണ്. വ്യാപകമായ നമ്മുടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതുപോലെ വീഴ്ച വന്നാൽ അല്ലെങ്കിൽ എല്ലാ നിലവിലുള്ള റൂൾസിൻ്റെ വയലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാവും, ജയിലിൽ പോവും, ബാക്കി മെഡിക്കൽ സ്റ്റോർ ക്ലോസ് ആവും. അത് വളരെ ഗുരുതരമായ ഒരു മാറ്ററാണ്, കാര്യമാണ്. അഞ്ജലി ശ്രീജിതരാജുവിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജലി, നമ്മൾ നേരത്തെയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ നൽകിയിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തേത് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ വ്യാജ കുറിപ്പടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലഹരിക്ക് സമാനമായ രീതിയിലുള്ള മരുന്നുകൾ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആലുവ റൂറൽ SP പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഏത് രീതിയിലുള്ള നടപടികളാണ് ഇനി എടുക്കാൻ പോകുന്നത്? വിനീത, ഇന്നലെ ആയിരുന്നു നൈട്രാസെപ്പാം എന്ന ഗുളിക ഇത്തരത്തിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും വാങ്ങി വ്യാപകമായി വിൽപ്പനയും കൂടാതെ ഉപയോഗവും നടത്തിയ 2 പേരെ പോലീസ് പിടികൂടിയത്. ഇവർ മെഡിക്കൽ ഷോപ്പിൽ വ്യാജ കുറിപ്പടിയും സീലും ഉപയോഗിച്ചാണ് ഡോക്ടറിൻ്റെ കുറിപ്പടി ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചാണ് ഈ വടക്കൻ പറവൂർ ഭാഗത്തുള്ള വിവിധ മെഡിക്കൽ ഷോപ്പുകളിലെത്തി മരുന്നുകൾ വാങ്ങിയിട്ടുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകൾക്കും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് മെഡിക്കൽ ഷോപ്പുകൾക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതായത് എസ്പെഷ്യലി ഈ സെഡേറ്റീവ് ഡ്രഗ്സ് ആയിട്ടുള്ള ഇത്തരം മരുന്നുകൾ, ഇത് ഇൻസോമനിയ കൂടാതെ ആങ്സൈറ്റി തുടങ്ങിയ കടുത്ത മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നാണ്, ഇത്തരം രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നാണ്. ഇത് ആളുകൾ ഇതിലും ലഹരിയുടെ ചെറിയ അംശങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇത് കഴിക്കുന്നവർ ഇതിൽ ആസക്തരായി പോവുകയാണ്. തുടർന്ന് ഇത്തരം മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഡോക്ടർ കുറിപ്പടി ഇല്ലാതെ ഒരിക്കലും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നൽകാൻ പറ്റില്ല. അതും എക്സ്പേർട്ട് ആയിട്ടുള്ള, അതായത് സാധാരണ ഡോക്ടറുടെ കുറിപ്പടിയുമായി വന്നാലല്ല, കൃത്യമായിട്ടുള്ള കുറിപ്പടി ഇല്ലാതെ നൽകരുതെന്നാണ്. എന്നാൽ മെഡിക്കൽ ഷോപ്പുകൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് റൂറൽ SP നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കടുത്ത നടപടി ഈ ജില്ലയിലുള്ള വിവിധ മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ അടുത്ത ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. കുറിപ്പടി ഇല്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് മരുന്നുകൾ വാങ്ങുന്നു. ഇത്തരത്തിലുള്ള, അതായത് സെഡേറ്റീവ് ഡ്രഗ്സ് ആയിട്ടുള്ള ഹൈലി സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് ഇവർ വാങ്ങിക്കൂട്ടുന്നത്. അതുതന്നെയാണ് അഞ്ജലി ചൂണ്ടിക്കാണിച്ചതുപോലെ അബദ്ധത്തിൽ നൽകുന്നതല്ല, അതിൻ്റെ പ്രോട്ടോകോൾ ഉൾപ്പെടെ പല മെഡിക്കൽ ഷോപ്പുകളും പാലിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. ആ മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആലുവ റൂറൽ SP പറഞ്ഞത്.